മച്ചാനെ നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ക്യാബേജ് കൃഷി എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ക്യാബേജ് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മച്ചാന്മാർക്കും തോന്നും, ഈ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളർത്താൻ പറ്റുമോ, ഇതിനൊക്കെ വിളവ് കിട്ടുമോ എന്നൊക്കെ. അതെ, നമ്മുടെ നാട്ടിൽ തന്നെ വളർത്താൻ പറ്റും. അത് നല്ലതുപോലെ വളർന്നു വരുമെന്നും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ ഒരു ശീതകാല പച്ചക്കറിയാണ്. അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ തന്നെ നമ്മളിതൊക്കെ കൃഷി ചെയ്തിരിക്കണം. അതായത് ഈ ഡിസംബർ മാസം അവസാനത്തോടെ നമ്മൾ കൃഷി പൂർണ്ണമായും ചെയ്തിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വിളവ് കിട്ടുകയുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് ശൈത്യം കഴിഞ്ഞ് കൊടും ചൂടിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയത്തക്ക വിളവൊന്നും ഇതിൽ കിട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം കൃഷി ചെയ്തിട്ട് എനിക്ക് 3-3.5 കിലോ വരെ വെയിറ്റുള്ള ക്യാബേജുകളാണ് ഓരോ ഗ്രോ ബാഗിൽ നിന്നും കിട്ടിയത്. അതേസമയം ഞാനൊരു 3-4 സെക്ഷനായിട്ട് നട്ടിരുന്നു. അത് നമുക്ക് വലിയ ചൂട് സമയത്ത് നമ്മൾ വിളവെടുത്ത സമയത്ത് നമുക്കതിൽ 1 കിലോ പോലും നമുക്ക് വിളവ് കിട്ടിയിട്ടില്ല ഒരു ക്യാബേജിന്. അതുകൊണ്ട് ഒട്ടും തന്നെ സമയം താമസിച്ചിട്ടില്ല. ശീതകാല പച്ചക്കറിയായ ക്യാബേജ്, കോളിഫ്ലവർ ഇവയൊക്കെ നടാൻ പറ്റിയ സമയമാണിപ്പോൾ. ഈ മാസം അവസാനത്തോടെ തീർച്ചയായും നിങ്ങൾ നട്ട് തീർത്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് എൻ്റെയും ഈ ചാനലിൻ്റെയും വിജയം. ചെറിയ ക്യാബേജ് നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാം. ഇത് കണ്ടോ, ഇത് ക്യാബേജാണ്, ഇത് കോളിഫ്ലവറാണ്, ഇതും കോളിഫ്ലവറാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നു വരും. അതുപോലെ തന്നെ നല്ലതുപോലെ നമുക്ക് വിളവെടുക്കാനും പറ്റും. അതായത് ഒരു 3 മാസത്തിനാകുമ്പോൾ തന്നെ നമുക്ക് വിളവെടുക്കാം. ആണ് നമ്മൾ പൊടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ക്യാബേജ്. ഇത് നമുക്ക് ഹൈബ്രിഡ് വിത്തുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും കടകളിൽ. അത് വാങ്ങിച്ചുകൊണ്ടൊന്ന് നല്ലതുപോലെ പൊടിപ്പിക്കുക. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മളെ കൃഷിഭവനിൽ നിന്നുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതായത് വിത്തുൽപാദന കേന്ദ്രം എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഇതെല്ലാം ധാരാളമായിട്ട് അവർ പൊടിപ്പിച്ച് തൈകളാക്കി കൊടുക്കും. അവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. കാരണം ഇതിലാണ് കൂടുതൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് നമ്മളെ കൃഷിഭവൻ മുഖേന നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു തൈയുടെ വിലയെന്ന് പറയുന്നത് വെറും 2 രൂപ നിരക്കിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. സാധാരണയായി ഇതുപോലുള്ള കോളിഫ്ലവർ, അതുപോലെ തന്നെ ക്യാബേജ്, ബാക്കിയുള്ള തക്കാളി, എല്ലാ ചെടികളും ഞാൻ നടുന്നത് ഇതുപോലെ സിമൻറ്റ് ചാക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിനെ ഗ്രോ ബാഗ് ആക്കി മാറ്റിക്കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടി ഞാനിതിൽ വെച്ചേക്കാം. ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ അതുപോലെ തയ്ച്ചെടുത്ത ഒരു ഗ്രോ ബാഗാണ്. ഇനി നമ്മൾ ഇതിലേക്കാണ് പോട്ടി മിക്സൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് വേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ മേൽമണ്ണാണ്. മേൽമണ്ണ് എന്ന് പറയുന്നത് നമ്മളെ പുരയിടത്തിലെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ 10 സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മണ്ണാണ്. അതുപോലത്തെ 10 സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമ്മളെടുക്കുന്ന മണ്ണിനെ ഒരു ഗ്രോ ബാഗിലേക്ക് കൊള്ളുന്നത് നമ്മളെടുത്ത ശേഷം അതിലേക്ക് 50 ഗ്രാം, അതായത് 50 ഗ്രാം വേണ്ട, കൂടിപ്പോയാൽ 40 ഗ്രാം, അത് മാത്രം മതി. ഇത് 100 ഗ്രാമിൻ്റെ ഒരു അടപ്പാണ്. ഇതിൽ ഞാൻ 40 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. കൂടിപ്പോയാൽ 40 ഗ്രാം. അതുപോലെ തന്നെ ഏറ്റവും മീഡിയം എന്ന് പറയുന്നത് 30 ഗ്രാമാണ്. ഈ 40 ഗ്രാമിനും ഇടയ്ക്ക് നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി 15 ദിവസം വെച്ചിരുന്നതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാവൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മളുടെ മണ്ണ് നല്ലതുപോലെ കൃഷിക്ക് യോഗ്യമായി വരികയും നമ്മളെ ചെടി നല്ല പുഷ്ടിയോടെ വളരുകയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളെ മേൽമണ്ണിലെ അഴുക്ക കീടങ്ങൾ മാത്രമേ നശിക്കുകയുള്ളൂ. അല്ലാതെ മണ്ണിലെ മിത്രജീവാണുക്കൾ ഒരു കാരണവശാലും നശിക്കുന്നില്ല. നമ്മളെ മണ്ണിൽ ഒരുപാടുള്ള, അതായത് ഫോസ്ഫറസും കാൽസ്യവും മഗ്നീഷ്യവും അയണും ഇതെല്ലാം കൂടി മിക്സായി കിടക്കുന്ന ഇതിനെ നമുക്ക് ചെടിക്ക് പാകപ്പെടുത്തി എടുക്കുക എന്നൊരു രീതിയിലേക്ക് തയ്യാറാക്കി കൊടുക്കുകയാണ് നമ്മളെ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്നത്. ഇതുപോലെ നമ്മൾ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് ഈ ചാക്കുകളിലൊക്കെ നിറച്ച് ഞാൻ
ചെറിയ നനയും കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കൃഷിക്ക് യോഗ്യമായതാണ്. എന്നാലും ഇതുപോലെ ചാക്കുകളിലൊക്കെ നമുക്ക് മേൽമണ്ണ് ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് വെച്ചിരുന്നാൽ നമ്മളെ കൃഷിക്ക് ആവശ്യമുള്ള മേൽമണ്ണ് നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ 14 ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്ത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ മണ്ണെടുക്കുന്നത്. മറ്റത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇനി അത് 14 ദിവസം 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കൃഷിക്ക് എടുക്കൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ്, മേൽമണ്ണ്, ഇത് കണ്ടോ, നല്ല കറുത്ത മേൽമണ്ണ്, ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതായത് ഒരു 1/4 ഭാഗം, 1.5 ഇഞ്ച് കനത്തിലൊന്ന് നിരത്തുക മണ്ണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ മേൽമണ്ണുമായിട്ട് നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഇനി അടുത്തായിട്ട് കരിയിലയാണ് ഇടുന്നത്. ഈ കരിയില ഈ മണ്ണിലേക്ക് അലിഞ്ഞു ചേരുവാനും അതുപോലെ തന്നെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾക്ക് നല്ലതുപോലെ വളരുവാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മണ്ണിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് പൊടിഞ്ഞു തുടങ്ങിയ കരിയില, അല്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ കരിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ കട്ടിക്ക് ഇടണം. ഇതായി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കഞ്ഞിവെള്ളം. അത് നമ്മളെ കരിയിലയുടെ പ്രവർത്തനം നല്ലതുപോലെ പൊടിഞ്ഞ് നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റായി മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായി നമുക്ക് 1 ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുകയും അതാണ് ഏറ്റവും നല്ലത്. അതില്ലാത്തവർക്ക് വെള്ളമായാലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ തൈര് കിട്ടുമെങ്കിൽ തൈര് നമുക്കൊന്ന് നൈസായിട്ട് 1 ലിറ്റർ വെള്ളത്തിലാണ് ഒഴിച്ച് നല്ലതുപോലെ ലയിപ്പിച്ച് 1 ഗ്ലാസ് ഒഴിച്ച് ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കുടഞ്ഞു കൊടുക്കാം. ഇതും പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അടുത്തായി നമുക്ക് ഇതുപോലെ ഇതൊരു അളവ് പാത്രത്തിൽ ഈ അളവിൽ തന്നെ നമുക്ക് ഒരു പാത്രം മേൽമണ്ണെടുക്കാം. ഇത് മേൽമണ്ണാണ്, നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മേൽമണ്ണാണ്. അതെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ നമുക്ക് ഒരു പാത്രം ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ചാണകപ്പൊടിയാണ് ഇത്. ഇതുപോലെ ഉണങ്ങി പൊടിഞ്ഞ് ചെറിയ നനവുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ഇതുമായിട്ട് ചേരൂ, മേൽമണ്ണുമായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതുപോലെ ആ പാത്രത്തിൻ്റെ അതേ അളവിൽ തന്നെ ചകിരിച്ചോറും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്തതാണ്, കണ്ടോ, കമ്പോസ്റ്റ് ചെയ്യുന്ന ചകിരിച്ചോറാണ്. അപ്പോൾ ചകിരിച്ചോറ് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത മച്ചാന്മാരൊക്കെ അത് കയറി കാണാം. അതിൻ്റെയും ലിങ്ക് ഞാൻ ഇതോടൊപ്പം വെച്ചേക്കാം. അപ്പോൾ നമ്മളെ ചകിരിച്ചോറും കൂടി ഇട്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം 3ഉം കൂടി സമം നമ്മൾ ഇളക്കണം. അടുത്തായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗ്നീഷ്യം സൾഫേറ്റാണ്. ഇത് നമ്മളെ ചെടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ ചെടികളുടെ വേരുകളുടെ വളർച്ചയെയും നല്ല പച്ചപ്പോടുകൂടി ഉഷാറോടുകൂടി ചെടി വളർന്നു വരാൻ സഹായിക്കും. അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടി 5 ഗ്രാം ചേർത്ത് കൊടുക്കാം. 5 അതിലൊത്തിരി കൂടുതലായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ നടുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ 2 ഗ്രാം, അതിൽ കൂടുതലാവരുത്. അടുത്തായി നമ്മൾ ഇതുപോലെ കരിയിലിട്ട് വെച്ചിരിക്കുന്ന നമ്മളെ ഗ്രോ ബാഗ്, അതായത് സിമൻറ്റ് ചാക്ക് ഗ്രോ ബാഗ് ആക്കിയതിലേക്ക് നമുക്ക് ഇതുപോലെ നിറച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങി ചെല്ലത്തക്ക വിധത്തിൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്തും കൊടുക്കണം. സൈഡുകളിലേക്ക് കുത്തി ഇറക്കി കൊടുക്കണം. കാരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം നല്ലതുപോലെ നടക്കൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വളരെ കുറച്ച് വെള്ളം മതി. അതുപോലെ തന്നെ നമ്മളെ മണ്ണും കുറച്ച് മതി. നമുക്ക് നല്ല വിളവുണ്ടാകുവാനും അതുപോലെ തന്നെ നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരികയും ചെയ്യും. ഇതുപോലെ നമ്മൾ ഗ്രോ ബാഗ് ഉണ്ടാക്കിയാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ഗ്രോ ബാഗ് മുകളിലോട്ട് പൊക്കി കൊടുക്കാം. ഏതാണ്ട് ഇപ്പം തന്നെ ഒരു 6 ഇഞ്ച്, ഒരു 8 ഇഞ്ചോളം പൊക്കത്തിൽ ഗ്രോ ബാഗ് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇതാണ്ട കേട്ടോ. ഇതിനെ നമുക്ക് മുകളിലേക്ക് പൊക്കി ആവശ്യത്തിനുള്ള ജൈവവളങ്ങൾ മുകളിലിട്ട് കൊടുക്കുക. അപ്പോൾ ചെടിക്ക് നല്ലപോലെ വളരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് നമുക്ക് 10 പൈസയും കൊടുക്കണ്ട. ഇത് ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ അധികം പൈസ കൊടുത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോഴാണ് നമുക്ക് കൃഷിയിൽ ഒരു മുഷിവുണ്ടാവുന്നത്. ഈ 18 രൂപ നമ്മൾ ഗ്രോ ബാഗിന് കൊടുക്കുന്നത്, അതായത് 24-24 സൈസാണ് നമ്മളെ ഗ്രോ ബാഗ് ഇതുപോലുള്ള ചെടികൾ നടാൻ. ആ ചെടികൾ നടുന്നത് നമ്മൾ 18 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 10 പൈസ ഇല്ലാതെ ചെടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ചെടിക്ക് കൊടുക്കുന്ന ആ ഗ്രോ ബാഗിന് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വളം വാങ്ങി നമ്മളെ ചെടിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതായത് നമ്മളെ ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. നല്ലതുപോലെ ചെടി നടുകയും ചെയ്യാം.
ഈ കാണുന്ന രീതിയിൽ നമ്മൾ പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തൊരു കുഴിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെടിയിരിക്കുന്ന ട്രായിൽ നിന്ന് വേരുകളൊന്നും പൊട്ടാതെ നമ്മൾ ഒരു തൈ എടുക്കുക. തൈ എടുത്തതിന് ശേഷം ഇതുപോലെ ഇതിലേക്ക് അങ്ങ് നട്ടു കൊടുക്കുക. നമുക്ക് മണ്ണും കുറച്ച് മതി. അതുപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ ചെടിയെ വളർത്തിയെടുക്കുകയും ചെയ്യാം. ഗ്രോ ബാഗ് പെട്ടെന്ന് നിറയ്ക്കുകയും ചെയ്യാം. ചെയ്യേണ്ടത് ചെടി നട്ടതിന് ശേഷം ചെടിയുടെ ഇലകൾക്കും തണ്ടുകൾക്കും ഒന്നും ഒരു കുഴപ്പവും പറ്റാതെ നമ്മൾ സൈഡ് ഭാഗത്തേക്ക് ഇതുപോലെ കരിയില, പൊടിഞ്ഞു തുടങ്ങിയ കരിയില ഏതെങ്കിലും നമ്മൾ ഇളക്കൊണ്ട് വരികയോ അല്ലെങ്കിൽ ഒന്ന് ഉണങ്ങിയ കരിയിലയാണെങ്കിൽ പൊടിച്ചോ ഇതിൻ്റെ ചുവട് ഭാഗത്ത് ഇട്ട് കൊടുത്താൽ ജലാംശം ഇതിൽ നിൽക്കുകയും അതുപോലെ തന്നെ നമ്മളിട്ട ജൈവവളത്തിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഈ ചാനലിൻ്റെയും നമ്മുടെയും വിജയം. അപ്പോൾ ഇനിയും ഒരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.